നമസ്കാരം. ക്രൈസ്തവ സമുദായം നേരിടുന്ന വിവിധങ്ങളായ പ്രതിസന്ധികൾ ചർച്ച ചെയ്യുവാനായി ഷെക്കേന ന്യൂസ് ഒരുക്കുന്ന ചർച്ചാവേദി ഫയർ റൂമിലേക്ക് സ്വാഗതം. ഇന്ന് ഷെക്കേന ഫയർ റൂം ചർച്ച ചെയ്യുന്ന വിഷയം മലയാള സിനിമയിൽ വർദ്ധിച്ചു വരുന്ന ക്രൈസ്തവ അവഹേളനത്തെക്കുറിച്ചാണ്. കലാ സാംസ്കാരിക മേഖലകളിലൂടെയുള്ള ക്രിയാത്മകമായ വിമർശനങ്ങൾ തീർച്ചയായും സ്വാഗതം ചെയ്യപ്പെടേണ്ടതാണ്. എന്നാൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി മലയാള സിനിമയിൽ ക്രൈസ്തവ വിശ്വാസത്തിനെതിരെ, ക്രൈസ്തവ ആചാരങ്ങൾക്കെതിരെ, ക്രൈസ്തവ നേതൃത്വങ്ങൾക്കെതിരെ, സന്യസ്തർക്കെതിരെ, പുരോഹിതർക്കെതിരെ അന്ധമായ രീതിയിലുള്ള വിമർശനങ്ങളും അവഹേളനങ്ങളും ഇകഴ്ത്തലുകളും ഒരു വിഭാഗം മലയാളം ചലച്ചിത്രങ്ങളിൽ വർദ്ധിച്ചു വന്നതോടെയാണ് മലയാള ചലച്ചിത്ര മേഖലയിൽ ബോധപൂർവമായ ക്രൈസ്തവ അവഹേളന ശ്രമങ്ങൾ നടക്കുന്നുണ്ട് എന്ന ചിന്ത ക്രൈസ്തവ സമുദായത്തിലെ ഒരു വിഭാഗം പേരിലെങ്കിലും ശക്തി പ്രാപിച്ചത്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിലെ മലയാള സിനിമയെടുത്ത് നാം പരിശോധിക്കുകയാണെങ്കിൽ വളരെ വ്യക്തമായ ഒരു സ്ട്രാറ്റജിയോട് കൂടിയാണ് ഈ കൂട്ടർ ക്രൈസ്തവ വിശ്വാസത്തെ അവഹേളിക്കുവാനുള്ള ശ്രമങ്ങൾ നടത്തിയത്. ക്രൈസ്തവ വിശ്വാസികളെ കെട്ടുറപ്പോടെ ചേർത്ത് പിടിക്കുവാൻ പുരോഹിതർ വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട് എന്ന തിരിച്ചറിവിൽ ആദ്യം അവർ പുരോഹിതരെയും പാസ്റ്റർമാരെയും കരിവാരി തേക്കുവാനും അവഹേളിക്കുവാനുമുള്ള ശ്രമങ്ങൾ നടത്തി. റോമൻസ് പോലുള്ള, ട്രാൻസ് പോലുള്ള സിനിമകളിൽ നാം ആ ഒരു അവഹേളനമാണ് കണ്ടത്. പിന്നീട് ക്രൈസ്തവരുടെ ആത്മീയ പരിപോഷണത്തിൻ്റെ അടിസ്ഥാനങ്ങളായ കുമ്പസാരം, വിശുദ്ധ കുർബാന പോലുള്ള കൂദാശകളെ അവഹേളിക്കുവാനുള്ള ശ്രമങ്ങൾ നടന്നു. അച്ചായൻസ്, അതോടൊപ്പം തന്നെ റോമൻസ് പോലുള്ള സിനിമകളിലും അത്തരം അവഹേളനങ്ങളാണ് നാം കണ്ടത്. പിന്നീട് ക്രൈസ്തവർ വളരെ പരിപാവനമായി കാണുന്ന ചില നാമങ്ങൾ, ബൈബിൾ വചനങ്ങൾ ഒക്കെ എടുത്ത് വാണിജ്യ സിനിമകൾക്കിട്ട് ആ നാമത്തിൻ്റെ മഹനീയത ഇടിച്ചു തകർക്കുവാനുള്ള ശ്രമങ്ങൾ നടന്നു. വിശുദ്ധൻ, ആമേൻ, ഹല്ലേലൂയ, വെളിപാടിൻ്റെ പുസ്തകം, ലൂക്ക, ആ ഒരു ലിസ്റ്റ് നീളുകയാണ്. പിന്നീട് ലവ് ജിഹാദ് പോലുള്ള വിഷയങ്ങൾ വളരെ വ്യാപകമായി ചർച്ച ചെയ്യപ്പെട്ടപ്പോൾ പ്രണയ കഥ പശ്ചാത്തലമായി എടുത്ത ചിത്രങ്ങളിൽ നായക കഥാപാത്രം മുസ്ലിം സമുദായത്തിൽ നിന്നും നായിക കഥാപാത്രം ക്രൈസ്തവ സമുദായം അല്ലെങ്കിൽ ഹൈന്ദവ സമുദായത്തിൽ നിന്ന്, അത്തരം സിനിമകളിലൊക്കെ മുസ്ലിം സമുദായത്തെ വളരെയധികം ഗ്ലോറിഫൈ ചെയ്യുന്നു. ക്രൈസ്തവ നാമധാരികൾ പലപ്പോഴും അധർമ്മികളും കൊള്ളരുതാത്തവരുമായി ചിത്രീകരിക്കപ്പെടുന്നു. ഏറ്റവും ഒടുവിൽ ഭീഷ്മപർവം സിനിമയിൽ അതാണ് നാം കണ്ടത്. KCBC ജാഗ്രതാ കമ്മീഷനൊക്കെ വളരെ കാലോചിതമായ ഒരു വിമർശനങ്ങളും മുന്നറിയിപ്പുമാണ് അത്തരം സിനിമകൾക്കെതിരെ നടത്തിയത്. ഇത്തരത്തിൽ അവഹേളനങ്ങൾ നടക്കുമ്പോൾ അത് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങളാണ് ക്രൈസ്തവ സമുദായത്തിൽ സൃഷ്ടിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വിഷയം ഇന്ന് ഷെക്കേന ഫയർ റൂം ചർച്ചയ്ക്ക് എടുത്തിരിക്കുന്നത്. ഈ വിഷയത്തിൽ തങ്ങളുടെ നിലപാടുകൾ പങ്കുവയ്ക്കുവാൻ, അതിനുള്ള പരിഹാര മാർഗങ്ങൾ നിർദ്ദേശിക്കുവാൻ നമ്മോടൊപ്പം ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് KCBC ബൈബിൾ കമ്മീഷൻ മുൻ സെക്രട്ടറി ഫാദർ ജോഷി മയ്യാറ്റിൽ, കത്തോലിക്ക കോൺഗ്രസ് പ്രതിനിധി ഡോക്ടർ ജോസുകുട്ടി ജെ ഒഴികയിൽ. രണ്ടുപേർക്കും ഈ ചർച്ചയിലേക്ക് സ്വാഗതം. ആദ്യം ഫാദർ ജോഷി മയ്യാറ്റിൽ, നമുക്കറിയാം ആവിഷ്കാര സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള വലിയ രീതിയിലുള്ള ചർച്ചകൾ നടക്കുന്ന ഒരു കാലഘട്ടമാണിത്. മലയാള സിനിമയിൽ ക്രൈസ്തവർക്കെതിരെ വ്യക്തമായ രീതിയിൽ അവഹേളനങ്ങൾ നടക്കുന്നുണ്ട് എന്നതിൻ്റെ ഒരു ആശങ്കയുടെ അടിസ്ഥാനം എന്താണ് ഫാദർ ജോഷി മയ്യാറ്റിൽ? സത്യത്തില് ഈ ഒരു വിഷയം നമ്മൾ ശ്രദ്ധിക്കുന്നതും ഇതിനോട് പ്രതികരിക്കുന്നതും സത്യത്തിൽ വളരെ ലേറ്റ് ആയിട്ടാണ്. ജോർജി തന്നെ പറഞ്ഞ ആ ഒരു റോമൻസ്, അത് 2013 സിനിമയായി. റോമൻസ് ആകട്ടെ, വിശുദ്ധൻ ആകട്ടെ, 2016 വന്യം സിനിമ ഓർക്കുന്നുണ്ടല്ലോ. ഒരു സിസ്റ്ററിനെ റേപ്പ് ചെയ്യുന്ന രംഗം ഒരു കാര്യമില്ലാതെ കയറ്റിയ ഒരു സിനിമയാണ്. അതുപോലെ തന്നെ യൗല വളരെ വ്യക്തമായും ഒരു പുരോഹിതനെ അറ്റാക്ക് ചെയ്യുന്ന ഒരു രംഗം നമ്മൾ കണ്ടു. കൂദാശകളെ അവഹേളിക്കുന്ന രംഗം നമ്മൾ കണ്ടു. സ്വാഭാവികമായും സമൂഹത്തിന്റെ കണ്ണാടിയാണ് മാധ്യമങ്ങൾ എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. സിനിമ സത്യത്തിൽ കലയുടെ വളരെ സുന്ദരമായ സമ്മേളനത്തിന്റെ ഒരു ഭാഗമാണ്. സിനിമ എപ്പോഴും വളരെ ഭംഗിയായിട്ട് സമൂഹത്തിന്റെ നന്മയെ ഉയർത്തിപ്പിടിക്കാനായിട്ട് വളരെ ശക്തിയുള്ള ഒരു മാധ്യമമാണ്. അപ്പൊ അങ്ങനെ ആ സിനിമ ആ രീതിയിൽ ഇവിടെ കലോത്തായിരുന്നുവെങ്കിലും കുറെ നാളുകളായി തുടർച്ചയായി ഇത്തരത്തിലുള്ള അറ്റാക്കുകൾ ക്രിസ്ത്യൻ സമൂഹത്തെ ലക്ഷ്യമാക്കി തുടർച്ചയായി വരുന്നു എന്ന കാര്യം തീർച്ചയായും വിശ്വാസികളുടെ ശ്രദ്ധയിൽപ്പെടുന്നു. കാണുന്നവര് അതേക്കുറിച്ചുള്ള ആശങ്കകൾ അറിയിക്കുന്നു. വൈദികർ അതേക്കുറിച്ച് അവെയറാകുന്നു, സന്യസ്തർ അതേക്കുറിച്ച് അവെയറാകുന്നു.
അങ്ങനെ ഈ ഒരു അവയർനെസ്സിൽ നിന്ന് പ്രതികരണത്തിന്റെ ആവശ്യം. അപ്പോൾ പ്രതികരിക്കേണ്ട ഒരു 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 സമയം പണ്ടേ ആയിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണെങ്കിൽ പോലും ഇപ്പോൾ തന്നെയും പ്രതികരിക്കുന്നില്ല എങ്കിൽ പിന്നെ ആം, ആ, തുടർച്ചയായി ഉണ്ടാകുന്ന ഈ ആക്രമങ്ങൾക്ക് ഒരു ഒരു അന്ത്യമുണ്ടാവില്ല എന്ന് ഏതാണ്ട് ഉറപ്പാണ്. യെസ്. അതുകൊണ്ട് തന്നെയാണ്. പക്ഷെ ഈ ഇടയ്ക്ക് വളരെ കഷ്ടമായിട്ട് തോന്നിയത് ചിലയിടത്ത് ആളുകള് തന്നെ ഫിസിക്കലായിട്ട് തന്നെ ഇത്തരത്തിലുള്ള സംഗതികളെ നേരിടാൻ പോലും ചിലർക്ക് ആളുകൾ തുനിഞ്ഞു. അത്രയ്ക്ക് പ്രകോപിതരാകുന്നു ക്രൈസ്തവർ. അത് അത് ഒരു കാരണവശാലും നമ്മള് പ്രതീക്ഷിക്കുന്ന ഒന്നല്ല. അത് സിനിമാ മേഖലയിൽ വർത്തിക്കുന്നവര് ആം, അത്തരത്തിൽ ജനത്തെ പ്രകോപിപ്പിക്കുന്ന ഒരു തലത്തിലേക്ക് നീങ്ങരുത്. ഇപ്പോഴുള്ള വളരെ ജ്ഞാനത്തോടു കൂടി തന്നെ KCBC ഒക്കെ ഇടപെട്ട് ഇപ്പോൾ ജാഗ്രതാ കമ്മീഷൻ ഇടപെട്ട് സംസാരിക്കുന്നു, തങ്ങളുടെ ബുദ്ധിമുട്ടുകൾ അറിയിക്കുന്നു. അത് വിവേകത്തോടുകൂടി കൈകാര്യം ചെയ്യാനായിട്ട് സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് കഴിയും എന്ന് പ്രതീക്ഷിക്കുകയാണ്. ഏതായാലും പ്രതികരണത്തിന്റെ ആവശ്യം തീർച്ചയായും. ഓക്കെ, വ്യക്തമാണ്. ഡോക്ടർ ജോസൂട്ടി ഒഴികെ ഈ മലയാള സിനിമയിൽ ഒരു ക്രൈസ്തവ അവഹേളനം വർദ്ധിച്ചു വരുന്നു. ഇതിന് പിന്നിൽ ഒരു വ്യക്തമായ ഒരു ഗൂഢലക്ഷ്യമില്ല. നമുക്കറിയാം, കുദാശകളെയും പുരോഹിതരെയും ഒക്കെ അവഹേളിക്കുന്നു, ക്രൈസ്തവ സമുദായത്തെ അത് മുറിപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ ഈ കലയ്ക്കും ഈ സാഹിത്യത്തിനും, പ്രത്യേകിച്ച് സിനിമ പോലുള്ള ഒരു മഹത്തായ കലാ ആവിഷ്കാരത്തിനുമൊക്കെ നമ്മുടെ സമൂഹത്തിൽ വളരെയധികം സ്വാധീനമുണ്ട്. ഒരു ഉദാഹരണം നമുക്കറിയാം, KPCD ഒക്കെ ഒരു നാടകങ്ങളാണ് കേരളത്തിൽ ഒരു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ഒക്കെ ഒരു വളർച്ചയ്ക്ക് വളരെയധികം മുതൽക്കൂട്ടായത്. ഇത്തരത്തിൽ കലകളിലൂടെ ക്രൈസ്തവ സമുദായത്തെ തുടർച്ചയായി ബോധപൂർവം അവഹേളിക്കുമ്പോൾ അത് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങളല്ലേ ക്രൈസ്തവ സഭയ്ക്കും ക്രൈസ്തവ സമുദായത്തിനും സൃഷ്ടിക്കുന്നത്? ഡോക്ടർ ജോസൂട്ടി ജെ ഒഴികെ. സാഹിത്യം, കല, ഇതൊക്കെ എന്നും മനുഷ്യന്റെ ബോധത്തിനപ്പുറമുള്ള ഉപബോധത്തിലേക്ക് കടക്കുകയും അവന്റെ ചിന്താധാരകളെയും കാഴ്ചപ്പാടുകളെയും വളരെ അധികമായി സ്വാധീനിക്കുകയും ചെയ്യും. നമ്മൾ സാധാരണ കാണുന്ന യുക്തിചിന്തയ്ക്ക് അതീതമായ രീതിയിൽ നമ്മുടെ മനസ്സിനകത്തേക്ക് ചില ധാരണകളും ബോധ്യങ്ങളും കടത്തിവിട്ടുകൊണ്ട് നമ്മളെ വേറൊരു വഴിയിലേക്ക് തിരിച്ചു കൊണ്ടുപോകാൻ കഴിയുന്നവയാണ് കലകളും സാഹിത്യവും. അതിൽ തന്നെ സിനിമയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇരിക്കുന്നത് സിനിമാ തിയേറ്ററിന്റെ ഇരുട്ടിനകത്താണ്. നമ്മുടെ കൺമുമ്പിലുള്ളത് ആ സ്ക്രീനാണ്. ആദ്യത്തെ ഒരു 4-5 മിനിറ്റുകൾ കൊണ്ട് സിനിമ കാണുന്ന ഒരു വ്യക്തി പൂർണ്ണമായും ആ സിനിമയുടെ ലോകത്തിലേക്ക് ലയിക്കും. ആ സിനിമയുടെ ലോകത്തിലേക്ക് ലയിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ കാണുന്നവന്റെ യുക്തിചിന്തയോ ബുദ്ധിയോ അതൊന്നും ഇല്ല. പിന്നെ ഉള്ളത് കാണിക്കുന്നതിന്റെ ആ ഒഴുക്കെന്തോ അതിനൊപ്പം അങ്ങ് പോവുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് സിനിമയിലെ നായകൻ, സിനിമ കാണുന്നവർ അവർ സ്വയം നായക തലത്തിലേക്കോ അല്ലെങ്കിൽ വില്ലൻ തലത്തിലേക്കോ അവരവരുടെ മാനസികതയനുസരിച്ച് അവർ മാറുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ വളരെ ബോധപൂർവം, ബുദ്ധിപൂർവം ഒരാളിന്റെ ബോധമണ്ഡലത്തെ സ്വാധീനിക്കാൻ എന്തൊക്കെ കയറ്റിവിടണമോ അതൊക്കെ കയറ്റിവിട്ടാൽ അത് അവിടെ സ്വാധീനം ചെലുത്താനായിട്ട് കഴിയും. ഇത് ഇതിൽ മാത്രമല്ല, എല്ലാ സാഹിത്യത്തിലും ഇതുണ്ട്. വാസ്തവത്തിൽ അതുകൊണ്ടാണ് സിനിമ എന്ന് പറയുന്നത് ഇന്ന് വെറുതെ ഒരു കലാസൃഷ്ടിയുടെ പ്രകടനം മാത്രമല്ല, അതൊരു വ്യവസായമാണ്, അതൊരു ബിസിനസ്സാണ്, അതിന് മുതൽ മുടക്കുണ്ട്, അതിന്റെ 100 കണക്കിന് ആളുകൾ അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ലാഭം ഉണ്ടാക്കുക എന്നുള്ളത് അതിന്റെ ഏറ്റവും പ്രഖ്യാപിത ലക്ഷ്യമാണ്. അങ്ങനെ ലാഭം ഉണ്ടാക്കണമെങ്കിൽ അതിന് അജണ്ടകൾ സെറ്റ് ചെയ്യും. നമുക്കറിയാം, നമ്മുടെ 70കളുടെ തുടക്കത്തില്, 70കളുടെ അവസാനം, 80കളിലൊക്കെ സിനിമകൾക്കകത്തുണ്ടായിരുന്ന അജണ്ട എന്ന് പറയുന്നത് ഒരു മസാല സിനിമ എന്ന് നമ്മൾ പറയുന്ന ഒരു മസാലക്കൂട്ടായിരുന്നു. മസാലകൾ കൊണ്ട് സിനിമകൾ വിറ്റുപോകുമായിരുന്നു. പക്ഷെ അതിനുശേഷം പിന്നീട് കൊടിയേറ്റം പോലുള്ള സിനിമകള്, അതുപോലെ കുറച്ചുകൂടെ കലാമൂല്യമുള്ള സിനിമകള്, അത്തരം സിനിമകൾ വന്നു കഴിഞ്ഞപ്പോൾ വെറും ഈ കേരളത്തെ സംബന്ധിച്ചിടത്തോളം മസാലയ്ക്ക് പോകാവുന്നതിന് ഒരു ലിമിറ്റ് ഉണ്ടെന്ന് പറഞ്ഞു. അതേ സമയത്ത് ആ കാലഘട്ടത്തിൽ 90കളിൽ നമ്മുടെ 85-90കളിലേക്ക് കേരളത്തിനകത്തേക്ക് കടന്നു വന്ന വർഗീയതയുടെ വേരുകൾക്ക് സിനിമയിൽ ഒരു സാധ്യത ഉണ്ടെന്ന് കണ്ടെത്തുകയും സംവിധായകർ സ്വയം വളരെ ബോധപൂർവം അവരുടെ ലക്ഷ്യങ്ങൾ ഈ തരത്തിലേക്ക് മാറ്റുകയും ചെയ്തു. അതിന്റെ പരിണത ഫലമാണ് വളരെ തന്ത്രപരമായി ഈ ക്രൈസ്തവരെ ഉന്നം വെച്ചുകൊണ്ടുള്ള സിനിമകൾ ഉണ്ടാകും. ഈ ക്രൈസ്തവരെ ഉന്നം വെക്കുന്നതിന് ചില പ്രത്യേക കാരണങ്ങളുണ്ട്. അത് നമ്മൾ പുറകോട്ട് പോയി കഴിഞ്ഞാൽ നമുക്കറിയാം, യൂറോപ്പിൽ ഉണ്ടായിട്ടുള്ള ചില മാറ്റങ്ങളുണ്ട്. അവിടെ സ്വതന്ത്ര ചിന്ത എന്ന് പറഞ്ഞാൽ ക്രൈസ്തവ വിരുദ്ധ ചിന്തയാണ്. സ്വതന്ത്ര ചിന്ത, യുക്തിചിന്ത എന്നൊക്കെ പറയുന്നത്
ക്രൈസ്തവ വിരുദ്ധ ചിന്തയാണ്. കാരണം അവിടെ ഏറ്റവും പ്രബലമായിരുന്ന മതവിഭാഗം എന്ന് പറയുന്നത് യൂറോപ്പിൽ അത് ക്രൈസ്തവരായിരുന്നു. മുസ്ലിം സമുദായം ഉണ്ടെങ്കിലും അവർ യൂറോപ്പിൽ അവർ അത്ര പ്രബലരായിരുന്നില്ല. അപ്പൊ യൂറോപ്പിലെ പ്രബലരായിരുന്ന ക്രൈസ്തവരെ എതിർക്കുന്നവരൊക്കെ ബുദ്ധിജീവികളും അവരൊക്കെ സ്വതന്ത്ര ചിന്താഗതിക്കാരും അവരൊക്കെ സമൂഹത്തിന്റെ കുറച്ചുകൂടെ ഉയർന്ന തലത്തിലേക്കുള്ളവരുമായി മാറി. അതുകൊണ്ട് സാഹിത്യവും കലയും ഒക്കെ ആ റൂട്ടിലേക്ക് മാറി. അതിന്റെ ഒരു ചുവട് പിടിച്ചുള്ള വിമർശനങ്ങളുടെ ഒരു തലം കേരളത്തിൽ കൂടുതലായിട്ടുണ്ടായി. ഒന്നാണ്. രണ്ടാമത്, ക്രൈസ്തവ സമൂഹം പൊതുവിൽ കൂടുതൽ സഹിഷ്ണുതയുള്ളവരാണ്. വിമർശനത്തെ അവർ ആ തരത്തിൽ അത്ര കടുത്ത വൈകാരികതയിൽ കാണുന്നില്ല എന്നറിയാം. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ വിമർശനങ്ങൾ വന്നു കഴിഞ്ഞാൽ ക്രൈസ്തവർ വൈകാരികതയിൽ കാണാതെ വരുമ്പോൾ വിമർശിക്കുന്നവർക്ക് ധൈര്യമായിട്ട് വിമർശിക്കാനുള്ള സാഹചര്യം ഉണ്ടായി. അത് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ സംഗതി, ക്രൈസ്തവർ ഒരു ന്യൂനപക്ഷമാണ്. നമുക്കറിയാലോ, ഭൂരിപക്ഷത്തെയും ഇഷ്ടപ്പെടുന്ന എന്തോ അതാണ് ഇപ്പോഴും കൂടുതൽ വിറ്റുപോകുന്ന കാര്യം. ന്യൂനപക്ഷത്തിന് ഇഷ്ടപ്പെടുന്നതല്ല കൂടുതൽ വിറ്റുപോകുന്നത്. അപ്പൊ കേരളത്തിന്റെ അന്തരീക്ഷത്തിൽ ക്രൈസ്തവരെ ഒഴിവാക്കി നിർത്തി ബാക്കി വരുന്ന ഭൂരിപക്ഷത്തിന് ഇഷ്ടപ്പെടുന്നത് കൊടുക്കുക എന്നുള്ള ആ ഒരു പോളിസി, അതൊരു വാണിജ്യപരമായ പോളിസി വന്നു കഴിഞ്ഞപ്പോൾ അതിന്റെയും ഒരു ഇരകളായി നമ്മൾ വന്നു. യഥാർത്ഥത്തിൽ ഒരു മതവിദ്വേഷത്തിനപ്പുറം ആദ്യകാല ക്രൈസ്തവ വിരോധത്തിന് പിന്നിലുണ്ടായിരുന്നത് തികച്ചും വാണിജ്യപരമായ താല്പര്യങ്ങളാണ്. പക്ഷെ പിന്നീട് മുസ്ലിം മത താല്പര്യങ്ങൾ ശക്തമായപ്പോൾ ഈ സിനിമകൾക്കകത്ത് മത താല്പര്യവും അതോടൊപ്പം വാണിജ്യ താല്പര്യവും കൂടി ഒരുപോലെ കടന്നു വന്നു. അത് അജണ്ടകൾ സെറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നതിന്റെ മറ്റൊരു മേഖലയാണ്. അതിനെ സംബന്ധിച്ച് അതാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതിലെ ഒരു കാര്യം. ഇനിയുമുണ്ട് ഇത് സംബന്ധിച്ച്. ജോസൂട്ടി ഒഴികെ ഒരു കാര്യം ഒരു വ്യക്തതയ്ക്ക് വേണ്ടി ചോദിക്കുകയാണ്. നമ്മൾ ചരിത്രമെടുത്ത് പരിശോധിക്കുകയാണ്. ഇത്തരത്തിൽ കലാ സാഹിത്യ സൃഷ്ടികളിലൂടെ നിരന്തരമായ ഒരു ഗിബിൽസ്യം തന്ത്രങ്ങൾ പൊതുസമൂഹത്തിലേക്ക് ഇഞ്ചക്ട് ചെയ്യപ്പെട്ട് ഏതെങ്കിലും ഒരു പ്രസ്ഥാനങ്ങളെ അല്ലെങ്കിൽ സഭയെ തന്നെ കരിവാരി തേച്ച് എന്തെങ്കിലും ഉദാഹരണങ്ങൾ താങ്കൾക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുമോ? തീർച്ചയായും ഉദാഹരണങ്ങൾ എത്ര വേണമെങ്കിലും ചൂണ്ടിക്കാണിക്കാനുണ്ട്. ഏറ്റവും ബെസ്റ്റ് ഉദാഹരണം എന്ന് പറഞ്ഞാൽ ഫ്രാൻസ് ആണ്. ലോകത്തിലെ ഇന്നിപ്പോ ക്രിസ്തീയത ഏറ്റവും അധികം ചലഞ്ച് ചെയ്യപ്പെട്ടിരിക്കുന്നതും ക്രൈസ്തവ സമൂഹം ഏറ്റവും അധികം ഛിദ്രമാക്കപ്പെട്ടിരിക്കുന്നതുമായ രാജ്യം എന്ന് പറയുന്നത് ഫ്രാൻസ് ആണ്. അവിടെ യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്താണ്? ഫ്രാൻസിൽ 18ാം നൂറ്റാണ്ടിന്റെ അന്ത്യകാലം മുതൽ ഉണ്ടായിട്ടുള്ള നോവലുകളും അവിടെ ഉണ്ടായിട്ടുള്ള മറ്റ് സാഹിത്യ രൂപങ്ങളും ഒക്കെ ക്രൈസ്തവതയെ അതിനിശ്ചിതമായി വിമർശിക്കുന്നതല്ല, ക്രൈസ്തവയെ പ്രതിക്കൂട്ടിൽ നിർത്തുന്നത്. ഇപ്പൊ ഹഞ്ച് വാക്ക് ഓഫ് നോട്ടർഡാം നിങ്ങൾക്ക് അറിയാം, നമ്മളൊക്കെ വായിച്ചിട്ടുള്ളതാണ്. ഏറ്റവും പ്രസിദ്ധമായ ഒരു നോവലാണ്. ഹഞ്ച് വാക്ക് ഓഫ് നോട്ടർഡാമിലെ വില്ലൻ എന്ന് പറയുന്നത് ഒരു വികാരിയാണ്, ഒരു പാതിരിയാണ്. ആ നോട്ടർഡാമസ് കത്തീഡ്രലിന്റെ വികാരിയാണ് അതിന്റെ അകത്ത് വില്ലൻ എന്ന് പറയുന്നത്. 3 മസ്കറ്റിയേഴ്സ് എന്ന് പറയുന്ന ഒരു സിനിമയുണ്ട്. ആ 3 മസ്കറ്റിയേഴ്സിന്റെ അകത്തെ പ്രതിയോഗി എന്ന് പറയുന്നത്, വില്ലൻ എന്ന് പറയുന്നത് ഒരു ബിഷപ്പാണ്. അദ്ദേഹം രാജ്യദ്രോഹിയുടെ നിലവാരത്തിലുള്ള ഒരു ബിഷപ്പാണ്. അതേ തുടർന്ന് അവിടെ ഉണ്ടായ ധാരാളം നാടകങ്ങളും അതുപോലെ തന്നെ കഥകളും സിനിമകളും ഒക്കെ ഈ കന്യാസ്ത്രീ മഠങ്ങളെ, നമ്മുടെ ആശ്രമങ്ങളെ ഒക്കെ മോശമാക്കി കാണിക്കുന്ന സ്വഭാവത്തിലുള്ളതായിരുന്നു. അതിന്റെ ഒരു പരിണത ഫലമാണ് യഥാർത്ഥത്തിൽ ഫ്രഞ്ച് വിപ്ലവത്തിലേക്ക് നയിക്കപ്പെട്ട സാംസ്കാരിക പശ്ചാത്തലങ്ങളിൽ അന്നത്തെ രാജഭരണത്തിനോട് എതിർപ്പുള്ളതോടൊപ്പം തന്നെ അന്നത്തെ ഈ മത അധികാരികളോടുള്ള എതിർപ്പും ഉണ്ടായിരുന്നു. ആ എതിർപ്പിനെ അങ്ങ് പർവ്വതീകരിക്കാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന ഒരു തന്ത്രം എന്ന് പറയുന്നത് ഈ പറഞ്ഞ ക്രൈസ്തവ വിരോധം ഉള്ള ക്രൈസ്തവ കഥാപാത്രങ്ങളെ വളരെ നെഗറ്റീവായി അവതരിപ്പിക്കുക എന്നുള്ളതായിരുന്നു. ഇത് തന്നെയാണ് റോബിൻഹുഡിന്റെ അകത്ത് റോബിൻഹുഡിനെ പിടിപ്പിക്കാൻ വേണ്ടി ഒരു കന്യാസ്ത്രീയാണ് ഞരമ്പ് മുറിച്ച് ജനപ്രിയനായ റോബിൻഹുഡ് നമുക്കറിയാമല്ലോ. റോബിൻഹുഡ് കള്ളനാണ്. റോബിൻഹുഡിനെ അവസാനം നിയമത്തിന് മുന്നിൽ കൊട്ടാൻ വേണ്ടി ഒരു കന്യാസ്ത്രീയാണ് ഞരമ്പ് മുറിക്കുന്നത്. അപ്പൊ അവിടെയും ഒരു കന്യാസ്ത്രീയെ ഏറ്റവും മോശം കഥാപാത്രമായിട്ട് ചിത്രീകരിക്കാം. ഇതേ ചിത്രം ഇറ്റലിയിലേക്ക് കടന്നാലും ജർമ്മനിയിലേക്ക് കടന്നാലും ഒക്കെ സമാനമായ വ്യക്തമാണ്. യൂറോപ്യൻ സഭയ്ക്ക് സംഭവിച്ച ഒരു ദുരന്തം ഒരു കേരള സഭയിലും സംഭവിക്കാതിരിക്കട്ടെ. ഫാദർ ജോഷി മയ്യാറ്റിൽ, ഒരു ക്രൈസ്തവ ബിംബങ്ങൾ അല്ലെങ്കിൽ ക്രൈസ്തവ പുരോഹിതർ, സന്യസ്തർ മോശക്കാരാണ് എന്ന ഒരു നുണ വളരെ തുടർച്ചയായി സ്ഥിരമായി നേരത്തെ KCBC ജാഗ്രതാ കമ്മീഷനിൽ ഒക്കെ സൂചിപ്പിച്ചതുപോലെ ഈ ചില ട്രോജൻ കുതിരകളിലൂടെ മലയാള സിനിമയിലൂടെ ഇഞ്ചക്ട് ചെയ്ത് പൊതുസമൂഹത്തിലേക്ക് അത് വിതരണം ചെയ്യപ്പെടുന്നു. അത് പലപ്പോഴും നമ്മുടെ പൊതുസമൂഹത്തിൻ്റെ പ്രധാനപ്പെട്ട ചില ആരാധനാ മൂർത്തികളെ ഇക്കൂട്ടർ അതിന് കരുവാക്കുന്നു. അത്തരത്തിൽ ആരാധനാമൂർത്തികൾ ഉപയോഗിക്കപ്പെടുമ്പോൾ നേരത്തെ അങ്ങ് സൂചിപ്പിച്ചതുപോലെ ഇതിനെതിരെയുള്ള ഒരു പ്രതികരണം നമ്മുടെ ക്രൈസ്തവ സമുദായത്തിൻ്റെ അല്ലെങ്കിൽ യുവജനങ്ങളുടെയൊക്കെ ഒരു പ്രതികരണം ഒരു ഡിവൈഡ് ചെയ്യപ്പെടാനുള്ള ഒരു സാധ്യതയില്ലേ ഫാദർ ജോഷി മയ്യാറ്റിൽ? ഇതില് സ്വാഭാവികം. നമ്മളിപ്പോ കലയെയും സാഹിത്യത്തെയും കുറിച്ച് പറയുമ്പോൾ
കലയും സാഹിത്യവും സമൂഹത്തെ നന്മയിലേക്ക് നയിക്കാൻ വേണ്ടിയുള്ളതാണ്. അതുകൊണ്ട് തന്നെ വിമർശനം അതില് സ്വാഭാവികമാണ്. കലയിലും സാഹിത്യത്തിലും വിമർശനം സ്വാഭാവികമാണ്. വൈദികരും സന്യസ്തരും വിമർശനത്തിന് അതീതരല്ല. ക്രൈസ്തവര് വിമർശനത്തിന് അതീതരല്ല. ഇതെല്ലാം നമുക്ക് വ്യക്തമാണ്, ഇതിലൊരു സംശയമില്ല. പക്ഷേ എൻ്റെ ഒരു ബലമായ സംശയം, ഈ സമൂഹത്തിന് നന്മ ചെയ്യുന്ന ഒരു സമുദായം എന്ന് എല്ലാവർക്കും വ്യക്തമായിട്ടുള്ള ക്രൈസ്തവ സമുദായം. ഞാൻ ഓർക്കുകയാണ്, ആകാശദൂത് പോലെയുള്ള സിനിമകളില് എത്ര സുന്ദരമായിട്ടാണ് ഈ സമൂഹത്തിന് ക്രൈസ്തവ സമൂഹം ചെയ്യുന്ന നന്മകള് ഹൈലൈറ്റ് ചെയ്ത്, പ്രത്യേകിച്ച് അതിലുള്ള വികാരിയച്ചൻ. ഇത്തരത്തിലുള്ള വൈദികരാണ് നമുക്ക് നമ്മുടെ പ്രദേശങ്ങളിൽ പൊതുവെ ഉള്ളത് എന്ന് വ്യക്തമാണ്. അപ്പോൾ അത്തരത്തിലുള്ള നല്ല പ്രതീകങ്ങളെ ഹൈലൈറ്റ് ചെയ്യുന്നതിന് പകരം ഇല്ലാത്ത തിന്മകൾ അടിച്ചേൽപ്പിച്ചും മോശമാക്കിക്കൊണ്ടും ഇത് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ജോർജി പറഞ്ഞ ആ ഒരു വിഷയം, ചെറുപ്പക്കാര് അതിലൂടെ സത്യത്തിൽ സംഭവിക്കുന്നത് ക്രൈസ്തവർക്കെതിരെ മാത്രമല്ല കേട്ടോ. ഞാന് ഇതിനങ്ങനെ മാത്രമല്ല കാണുന്നത്. ഇങ്ങനെയുള്ള അതായത് നമ്മുടെ ധാർമ്മികമായ ജീവിതത്തിന്റെ അല്ലെങ്കിൽ ഉദാത്തമായ ജീവിതത്തിന്റെ പ്രതീകങ്ങളെ താറടിക്കാനായി നിരന്തര ശ്രമം ഉണ്ടാകുന്നതോടുകൂടി ഇവിടെ സംഭവിക്കുന്നത് യുവക്കൾക്ക്, നമ്മുടെ സമൂഹത്തിലുള്ള മക്കൾക്ക് തന്നെയാണ് അതിന്റെ ദോഷമായിട്ട് വരുന്നത്. ഇവിടെ ഇത് ക്രൈസ്തവരുടെ മാത്രമല്ല, തീർച്ചയായിട്ടും ക്രൈസ്തവ ചെറുപ്പക്കാരുടെ ഇടയിൽ ഈ പറഞ്ഞതുപോലെ ഡിവൈഡ് ഉണ്ടാകാം. യുക്തിപരമായി ചിന്തിക്കാത്തവര് ഇതിന്റെ പിന്നില് പോയി എന്ന് വന്നേക്കാം. ക്രിട്ടിക്കലായിട്ട് കാര്യങ്ങളെ കാണാത്തവര് അത്തരത്തിലുള്ള ബോധ്യങ്ങളാൽ നയിക്കപ്പെട്ടു എന്ന് വന്നേക്കാം. അതെല്ലാം ശരി തന്നെയാണ്. പക്ഷെ ഞാൻ അങ്ങനെ മാത്രമല്ല കാണുന്നത്. ഞാൻ അതിനെ കാണുന്നത് ഈ പൊതുസമൂഹത്തിൽ ഇതുണ്ടാക്കുന്ന ദ്രോഹത്തെ മുന്നിൽ കണ്ടുകൊണ്ടുകൂടിയാണ് എനിക്ക് ഇതേക്കുറിച്ച് നെഗറ്റീവായിട്ടുള്ളൊരു ചിത്രമുള്ളത്, ഇപ്പോഴത്തെ ഈ ശൈലിയെ കുറിച്ച്. ഇനി മറ്റൊരു രീതിയിൽ നോക്കിയാൽ ക്രൈസ്തവ ചെറുപ്പക്കാർക്ക് തുടരെ തങ്ങൾക്ക് നേരെ വരുന്ന, തങ്ങളുടെ വിശ്വാസത്തിന് നേരെ, തങ്ങളുടെ നേതാക്കൾക്ക് നേരെ, തങ്ങളുടെ കൂതാശകൾക്ക് നേരെ വരുന്ന ഈ അറ്റാക്കുകളെ വേറൊരു രീതിയിലും ചിലപ്പോ ചെറുപ്പക്കാരാണ്, അവരുടെ രക്തം തിളക്കുന്ന പ്രായമാണ്. അവര് ഏതെങ്കിലും രീതിയിൽ, ഈ ഇടയ്ക്ക് ചങ്ങനാശ്ശേരിയിലൊരു സംഭവം ഉണ്ടായി, അത് വളരെ പ്രശ്നം പിടിച്ച ഒരു കാര്യമാണ്. കാരണം ഒരു കാര്യവുമില്ലാതെ പിയത്ത മാതാവിന്റെ മടിയിൽ ഈശോ കിടക്കുന്ന ആ ക്രൈസ്തവരെ സംബന്ധിച്ച് അത്രയ്ക്ക് ദിവ്യമായ ആ പിയത്ത ഒരു കാരണവുമില്ലാതെ പോസ്റ്ററിൽ ഉപയോഗിക്കുകയും വളരെ നെഗറ്റീവായ രീതിയിൽ പിന്നീട് കാര്യങ്ങൾ നീങ്ങുകയും ചെയ്യുന്നു എന്നുള്ള ചിന്ത ചെറുപ്പക്കാരിൽ വന്നു. അതുകൊണ്ട് ആ ഒരു സിനിമ ഷൂട്ടിങ് തന്നെ ചിലരങ്ങോട്ട് കയറി തടയുന്ന ഒരു അനുഭവം പോലും ഉണ്ടായി. ഞാൻ പറയുന്നത്, അത്രയ്ക്ക് ചെറുപ്പക്കാരെ രോഷം കൊള്ളിക്കാൻ എന്തിനാണ് ഈ കൂട്ടരെ ശ്രമിക്കുന്നത്? ഇവിടെ ഒരു സാമുദായികമായ ഡിവൈഡ് ഉണ്ടാക്കാനോ, ചെറുപ്പക്കാരുടെ ഇടയിൽ ഇതുപോലുള്ള പ്രശ്നമോ കലാപമോ കാര്യങ്ങളോ ഉണ്ടാക്കാനോ ആരൊക്കെ ബോധപൂർവ്വം ശ്രമിക്കുന്നുണ്ടോ എന്ന് പോലും സംശയിക്കേണ്ട ഒരു അവസ്ഥയുണ്ട് എന്ന് തോന്നുന്നു. സാധാരണഗതിയിൽ ക്രൈസ്തവർ വളരെ പ്രതിരോധത്തിന്റെ കാര്യത്തിലോ പ്രതികരണങ്ങളുടെ കാര്യത്തിലോ അങ്ങേയറ്റം മാന്യമായിട്ടുള്ള രീതികളുള്ളവരാണ്, വ്യക്തമാണത്. പക്ഷേ നമ്മുടെ ഇടയിൽ നിന്ന് പോലും ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടായി എന്ന് കാണുമ്പോൾ സത്യത്തിൽ എനിക്ക് അതൊരു വലിയൊരു അസ്വസ്ഥതയായിട്ട് നിൽക്കുകയാണ്. നമ്മുടെ ചെറുപ്പക്കാരെ ഈ രീതിയിൽ പ്രകോപിപ്പിക്കാൻ ഇനിയും ഇവര് തുനിയുന്നത് എന്തുകൊണ്ട് എന്നുള്ള ചോദ്യമാണുള്ളത്. ഡിവൈഡ് ചെയ്യണമെന്നോ ഇവിടുത്തെ സമൂഹത്തെ പോളറൈസേഷനിലേക്ക് നയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ശക്തികൾ ഇവിടെ ഉണ്ട് എന്ന് നമുക്കറിയാം. അത് ഭൂരിപക്ഷ വർഗീയതയുടെ പേരിലായാലും ന്യൂനപക്ഷ വർഗീയതയുടെ പേരിലായാലും ഇവിടെ ആളുകളുണ്ട്. അതുകൊണ്ട് അവരുടെ ശ്രമം വിജയിക്കുമോ എന്നൊരു ഭയത്തിലാണ് ഞാൻ. ഫാദർ ജോഷി മാത്യു, ഒരു കാര്യം കൂടി, പലപ്പോഴും നമ്മൾ ഇത്തരം പ്രവണതകൾക്കെതിരെ, ഇപ്പോൾ ഷെക്കേന ന്യൂസ് ആണെങ്കിലും അങ്ങും വളരെ ശക്തമായ രീതിയിൽ ഇത്തരം പ്രവണതകൾക്കെതിരെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയൊക്കെ പ്രതികരിക്കുന്നുണ്ട്. അപ്പോൾ അതിനെതിരെ പലപ്പോഴും നമ്മുടെ ക്രൈസ്തവ നാമധാരികളായ പലരും പറയുന്ന ഒരു വാദഗതി, ഇതൊന്നും എൻ്റെ വിശ്വാസത്തെ ബാധിക്കത്തില്ല എന്നൊക്കെയുള്ള ഒരു വാദഗതി മുന്നിൽ വെച്ച് വളരെ നിസ്സംഗതയോടെ ഇത്തരം അവഹേളനങ്ങളെ നോക്കിക്കാണുന്ന ഒരു പ്രവണതയുണ്ട്. ശരിയാണ്, കഴിഞ്ഞ 2000 വർഷങ്ങളായി ഇതിനേക്കാൾ വലിയ കാറ്റും കോളുമൊക്കെ സഭയ്ക്കെതിരെ ആഞ്ഞടിച്ചിട്ടും സഭ പാറ പോലെ ഉറച്ചു നിന്നു. പക്ഷേ അത്തരം ഒരു അടിസ്ഥാനരഹിതമായ വാദഗതി ഉന്നയിക്കുന്നവരോട് അങ്ങേക്ക് എന്താണ് പറയാനുള്ളത്?
നിസ്സംഗത അതൊരു പാപമാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. നമുക്ക് ഈ പൊതുസമൂഹത്തിൽ ജീവിക്കുന്ന പൗരര് ഉണർവുള്ളവർ തന്നെ ആയിരിക്കണം. അവിടെ അത് മതപരമായ വിഷയങ്ങളിലാവട്ടെ, സാമൂഹ്യമായ വിഷയങ്ങളിലാവട്ടെ, രാഷ്ട്രീയമായ വിഷയങ്ങളിലാവട്ടെ, സാംസ്കാരികമായ വിഷയങ്ങളിലാവട്ടെ, ജീവനോടുകൂടി നിൽക്കാനായിട്ട് കഴിയണം. ഇനി ഈ പറയുന്നവര് ഒരുപക്ഷെ ആ വ്യക്തിക്ക് ശരിയാണ്, വിശ്വാസപരമായ തളർച്ച ഉണ്ടാവില്ല, ശരിയാണ്. പക്ഷെ എല്ലാ വ്യക്തികളും ആ വ്യക്തിയെ പോലെ അല്ലല്ലോ. ജോക്കർ സിനിമ കണ്ടിട്ട് 12 പേരെയാണ് ഒരാൾ വെടിവെച്ച് കൊന്നത്. 70 പേരെ അയാള് പരിക്കേൽപ്പിച്ചു. ഞാൻ പറയുന്നത് സമൂഹത്തിലെ വ്യക്തികളുടെ പ്രതികരണങ്ങളും സിനിമ അവരുള്ളിലേക്ക് എടുക്കുന്നതും പല രീതികളിലാണ്. അതുകൊണ്ട് സിനിമാ മേഖല പോസിറ്റീവായി തന്നെ മുന്നോട്ട് പോകണം. അത് ഈ സമൂഹത്തിന് ഗുണകരമായ രീതിയിൽ തന്നെ മുന്നോട്ട് പോകണം. അതിൽ തെറ്റായ കാര്യങ്ങൾ കണ്ടാൽ നമ്മൾ പ്രതികരിക്കാൻ മുന്നോട്ട് വരികയും വേണം. വ്യക്തമാണ്. ഡോക്ടർ ജോസൂട്ടി ജെ ഒഴികയിൽ ഒരു പ്രസ്ഥാനത്തിൻ്റെയും അതിൻ്റെ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത് അതിൻ്റെ ഒരു സാമ്പത്തിക ഭദ്രതയാണ്. നമ്മൾ ചർച്ച ചെയ്തതുപോലെ ചില മതപരമായ അജണ്ടകൾ ഇത്തരത്തിൽ മലയാള സിനിമയിൽ കൈകടത്തുവാൻ അല്ലെങ്കിൽ മലയാള സിനിമയിലേക്ക് ഇഞ്ചക്ട് ചെയ്യുവാൻ ചിലർ ശ്രമിക്കുമ്പോൾ അതിന് പിന്നിലെ ഒരു സാമ്പത്തിക സ്രോതസ്സിനെ കുറിച്ച് കൃത്യമായൊരു അന്വേഷണം ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടതല്ലേ? ആ ഒരു സാമ്പത്തിക സ്രോതസ്സിന് തടയിടുവാൻ നമ്മുടെ ഭരണകൂടത്തിന് കഴിയേണ്ടതല്ലേ ജോസൂട്ടി ജെ ഒഴികെ? തീർച്ചയായും. അതായത് ഇതിനകത്ത് പ്രസക്തമാകുന്നൊരു കാര്യം, നമുക്കൊരു അജണ്ട ഉണ്ടെങ്കിൽ ആ അജണ്ട നേടാൻ വേണ്ട എന്ത് തരത്തിലുള്ള മാർഗത്തിലേക്ക് നമ്മൾ പോകുന്നതാണ്. ഇപ്പോ ഈ അടുത്തയിടെ ഉണ്ടായ ഭീഷ്മപുരം പോലുള്ള സിനിമകളെ സംബന്ധിച്ചിടത്തോളം, അതിനു മുമ്പ് വന്നിട്ടുള്ള ഏതാനും സിനിമകളെ സംബന്ധിച്ചിടത്തോളവും അതിൻ്റെ അകത്ത് വളരെ വ്യക്തമാണ് ക്രൈസ്തവ വിരുദ്ധതയും ക്രൈസ്തവ രൂപങ്ങളെയും ക്രൈസ്തവ ബിംബങ്ങളെയും നെഗറ്റീവാക്കി അവതരിപ്പിക്കുക എന്നത്. ഇവിടെ സാമ്പത്തികം എന്ന് പറയുന്നത് പല തലങ്ങളിലാണ്. ഒന്ന്, ക്രൈസ്തവ ആരാധനാ സ്ഥാപനങ്ങളിലേക്ക് പോകുന്ന ആളുകളുടെ എണ്ണം പോലും കുറയ്ക്കുവാൻ ഇത്തരം സാഹചര്യങ്ങളോട് കഴിയും. ക്രൈസ്തവ നാമമുള്ള സ്ഥാപനങ്ങളിലേക്ക് കടന്നു ചെല്ലാൻ ആളുകളെ മടിപ്പിക്കുന്ന രീതിയിൽ ക്രൈസ്തവത എന്ന് പറയുന്നത് വളരെ മോശപ്പെട്ട ഒരു കാര്യമാണെന്ന് വരുത്തി തീർക്കുന്നതിനോട് സാധിക്കും. അതാണ് പൊതുബോധത്തെ സ്വാധീനിക്കാതെ. ഈ പൊതുബോധത്തെ സ്വാധീനിക്കുന്നതിൽ ഏറ്റവും ശക്തം എന്ന് പറയുന്നത് സിനിമ തന്നെയാണ്. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ സിനിമ കാണുന്ന ഒരു ഘട്ടത്തിൽ ആളുകളോട് ട്രാൻസിറ്റ് സ്റ്റേറ്റിലേക്ക് വരും. ഈ ട്രാൻസിറ്റ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ അതിനെ ഞാൻ ഉപയോഗിക്കുന്ന ആ ടെർമിനോളജി കറക്റ്റ് ആണെന്ന് വിചാരിക്കേണ്ടതില്ല. നമ്മുടെ ഉപബോധ മനസ്സും ബോധ മനസ്സും ഏതാണ്ട് സമതലത്തിൽ നിൽക്കുന്ന, ഏതാണ്ട് ഒരേ ലെവലിൽ നിൽക്കുന്ന ബോധതലത്തിൽ നമുക്കറിയാം ഉപബോധ മനസ്സ് ഉറങ്ങുകയാണ്, ഉറക്കത്തിൽ നമ്മുടെ ബോധ മനസ്സ് ഉറങ്ങിയാണ്. അതേസമയത്ത് ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഏതാണ്ട് ഒരേ ലെവലിൽ നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ നമ്മുടെ ബോധത്തിലേക്ക് കടത്തിവിടുന്ന ഒരു സംഗതി പെട്ടെന്ന് ഉപബോധത്തിൽ എത്തുകയും അത് നമ്മുടെ ആവശ്യമുള്ള എല്ലാത്തിനെയും സഹായിക്കുകയും ചെയ്യും. അതിൽ സാമ്പത്തികം പെടും. അങ്ങനെ വരുമ്പോൾ ഈ ഒരു തരത്തിൽ ആളുകളെ സ്വാധീനിക്കപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ അത്ര സ്വാധീനിക്കപ്പെട്ടവരെ സംബന്ധിച്ചിടത്തോളം മറുഭാഗത്തുള്ളവരെ എത്ര മോശമാണെങ്കിലും അതിനെ അവർ ഇങ്ങോട്ട് വന്ന് ന്യായീകരിക്കും. ഇവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന അതാണ്. കലയെ ന്യായീകരിക്കുന്നു, സാഹിത്യത്തെ ന്യായീകരിക്കുന്നു. നമ്മുടെ ക്രൈസ്തവര് തന്നെ ക്രൈസ്തവ സാഹിത്യത്തിനെ, ക്രൈസ്തവ സമൂഹത്തെ മോശമാക്കി കാണിക്കുന്ന ബിംബങ്ങളെ അല്ലെങ്കിൽ അത്ര സന്ദേശങ്ങളെ അവർ തന്നെ മുന്നോട്ട് വന്ന് ന്യായീകരിക്കാൻ ശ്രമിക്കും. അപ്പൊ ഇത് വളരെ വളരെ സങ്കീർണമായ ഒരു മനഃശാസ്ത്രപരമായ പ്രവർത്തനമില്ലാത്തതാണ്. അതുകൊണ്ട് ഇതൊരു വെറും സാമ്പത്തിക പ്രവർത്തനം മാത്രമായിട്ട് കണ്ടാൽ പോരാ. സാമ്പത്തിക പ്രവർത്തനവുമുണ്ട്, അതിന്റെ പിന്നിൽ വ്യവസ്ഥാപിത സംഘടിത മത താല്പര്യങ്ങളുടെ കടന്നുകയറ്റത്തിൻ്റെതായ ആ ഒരു പ്രയോഗം കൂടി ഇതിന്റെ പിന്നിലുണ്ട്. അത് മൗലിദുസമെന്നോ മറ്റെന്തെങ്കിലുമൊക്കെ പേരൊക്കെ നമുക്ക് പറയാൻ പറ്റും. അതിനപ്പുറമുള്ള അതിശക്തമായ വർഗീയ ധ്രുവീകരണമല്ല, ഒരു പ്രത്യേക വിഭാഗത്തെ പൊതുബോധത്തിനകത്ത് മോശമാക്കി കാണിച്ചുകൊണ്ട് അവരുടെ സകല ആത്മവിശ്വാസത്തെ തകർക്കാനുള്ള ശ്രമമാണ് യഥാർത്ഥത്തിൽ. വ്യക്തമാണ്. ആ തരത്തിൽ തന്നെ സൂക്ഷ്മതയോട് നമ്മൾ സമയപരിമിതിയിൽ ഞാൻ ഇടപെടുകയും നമ്മൾ ഇത്രയും നേരം നമ്മൾ ഈ ഒരു വിഷയം ഉയർത്തുന്ന പ്രതിസന്ധികളെ കുറിച്ച് ചർച്ച ചെയ്തു. തീർച്ചയായും അതിനുള്ള ചില പ്രതിവിധികളും തീർച്ചയായും ചർച്ച ചെയ്തെങ്കിൽ മാത്രമാണ് ഈ ഒരു പ്രോഗ്രാം അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തത്തുള്ളൂ. ഫാദർ ജോഷി മയ്യാറ്റിൽ, നമുക്കറിയാം ഈ സിനിമയിലൂടെയുള്ള ഈ ക്രൈസ്തവ അവഹേളനം ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് നമ്മുടെ യുവജനങ്ങളെയാണ്. പലപ്പോഴും യുവജനങ്ങൾ നമ്മുടെ സഭയിൽ നിന്നും
നിന്നും സഭാവിശ്വാസത്തിൽ നിന്നും നമ്മുടെ ക്രൈസ്തവ കുദാശകളിൽ നിന്നൊക്കെ അകന്നു പോകുവാനുള്ള ഒരു കാരണം ഇത്തരത്തിലുള്ളൊരു അവഹേളനം, ക്രൈസ്തവ അവഹേളനം തന്നെയാണ്. നമുക്ക് എങ്ങനെയാണ് ഈ ഒരു വിഷയം ടാക്കിൾ ചെയ്യാൻ സാധിക്കുക? നമ്മുടെ വേദപാഠ വിശ്വാസ പരിശീലനത്തിലൊക്കെ ഒരു അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു പരിശീലനം, നമുക്കറിയാം ഒരു ടെക്സ്റ്റ് ബുക്ക് ഓറിയൻറ്റഡ് ആയിട്ടാണ് നമ്മുടെ വേദപാഠ പരിശീലനമൊക്കെ പോകുന്നത്. അതിനേക്കാളൊക്കെ അപ്പുറത്ത് ഓരോ ആഴ്ചയും അല്ലെങ്കിൽ മാസത്തിൽ ഒരിക്കലെങ്കിലും നമ്മുടെ സമകാലികമായി നാം നേരിടുന്ന ഒരു പ്രതിസന്ധികളെക്കുറിച്ചുള്ള ചില മുന്നറിയിപ്പുകളും സഭയുടെ ഭാഗത്തു നിന്നുള്ള പഠനങ്ങളും യുവജനങ്ങളുടെ ഒരു ഭാഷയിലൊക്കെ നമുക്ക് അവതരിപ്പിക്കാനുള്ള ഒരു സാഹചര്യമൊക്കെ നാം സൃഷ്ടിക്കപ്പെടേണ്ടതല്ലേ ഫാദർ ജോഷി മേയാറ്റിൽ? വളരെ ശരിയാണ് ജോജി, വളരെ ശരിയാണ്. പ്രത്യേകിച്ച് ഇതൊരു വിഷ്വൽ ലോകമാണ്. ഇന്നൊരു വിസീവ് ഡയമെൻഷന് വളരെയേറെ പ്രാധാന്യമുള്ള ഒരു ലോകം. അതുകൊണ്ട് വിശ്വാസ പരിശീലനവും അതുപോലെ തന്നെ മറ്റ് രീതിയിലുള്ള ബലപ്പെടുത്തലുകളും അതുപോലെ സംഘടനാപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഈ വിഷ്വൽ ഡയമെൻഷന് പ്രാധാന്യം കൊടുക്കേണ്ടതുണ്ട് എന്നെനിക്ക് തോന്നുന്നു. എനിക്ക് തോന്നുന്നത് ഒരു ക്രിട്ടിക്കലായിട്ട് കാര്യങ്ങളെ കാണാൻ നമ്മുടെ ചെറുപ്പക്കാർക്ക് നമ്മൾ പരിശീലനം കൊടുക്കും. ഏതായാലും ഈ സിനിമകൾ എടുക്കുന്നവർക്ക് അവരുടേതായ താല്പര്യങ്ങളുണ്ട്, അവരുടെ രീതികളുണ്ടാവും. അവർക്ക് തീർച്ചയായിട്ടും ജോസൂട്ടി സാർ പറഞ്ഞതുപോലെ ധനപരമായിട്ടുള്ള താല്പര്യങ്ങളുണ്ടാകും, അല്ലെ മതപരമായിട്ടുള്ള താല്പര്യങ്ങളുണ്ടാകും, മറ്റ് താല്പര്യങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷേ നമ്മുടെ ചെറുപ്പക്കാർക്ക് ഒരു ഫിലിം, ഒരു ക്രിട്ടിക്കലായിട്ട് ഒരു മൂവി കാണാനും അതിലെ നെല്ലും പതിരും തിരിച്ചറിയാനും അങ്ങനെയുള്ള ഒരു ശീലം നമ്മുടെ ചെറുപ്പക്കാർക്ക് ഉണ്ടാവേണ്ട ആവശ്യം. അതുകൊണ്ട് തന്നെ ക്രിട്ടിക്കലായിട്ട് ഫിലിം കാണാനും തങ്ങളുടെ ഫിലിമിനെ കുറിച്ചുള്ള തങ്ങളുടെ അഭിപ്രായങ്ങൾ പ്രകടമാക്കുകയും ചെയ്യുന്ന ഒരു അതിനുള്ള വേദി നമ്മുടെ ചെറുപ്പക്കാർക്ക് കിട്ടണം. അത് തീർച്ചയായിട്ടും നമ്മുടെ മീഡിയ കമ്മീഷനുകൾക്ക്, രൂപതകളിലെ മീഡിയ കമ്മീഷനുകൾക്ക് ശ്രദ്ധിക്കാവുന്നതാണ്. എന്റെ അഭിപ്രായത്തിൽ ഇന്നത്തെ അവസ്ഥയിൽ ഓരോ രൂപതയിലും ഓരോ ഫിലിം ക്ലബെങ്കിലും വേണം എന്നുള്ളതാണ്. അവിടെ ക്രിട്ടിക്കലായിട്ട് ഫിലിം വാച്ച് ചെയ്യാനായിട്ടും അതിനെ റിവ്യൂ എഴുതാനായിട്ടും ഒക്കെയുള്ള പരിശീലനം നമ്മുടെ ചെറുപ്പക്കാർക്ക് കൊടുക്കണമെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഓക്കെ, അവസാനമായി ഡോക്ടർ ജോസൂട്ടി ജെ ഒഴിയിൽ, അങ്ങൊരു അൽമായ സംഘടനയുടെ ഒരു പ്രതിനിധി കൂടിയാണ്. ഇത്തരത്തിൽ അവഹേളനങ്ങൾ, വെല്ലുവിളികൾ ക്രൈസ്തവ സമുദായത്തിനെതിരെ ഉയർന്നു വരുമ്പോൾ ക്രിസ്തീയമായി പ്രതികരിക്കുവാൻ നമ്മുടെ അൽമായ സംഘടനകൾക്ക് വളരെയധികം വളരെ മികച്ചൊരു റോള് വഹിക്കുവാനുണ്ട്. ഇത്തരത്തിലുള്ള അവഹേളനങ്ങളും വെല്ലുവിളികളും സിനിമകളിലൂടെയും സാഹിത്യങ്ങളിലൂടെയും കലയിലൂടെയൊക്കെ വർദ്ധിച്ചു വരുമ്പോൾ നമ്മുടെ അൽമായ സംഘടനകൾക്ക് അതിനെ പ്രതിരോധിക്കുവാനുള്ള ഒരു റോൾ എന്താണ്? ചുരുങ്ങിയ വാക്കുകളിൽ ഡോക്ടർ ജോസൂട്ടി ജെ ഒഴിയിൽ. ഇത് ഉത്തരം പറയാൻ ബുദ്ധിമുട്ടുള്ള ഒരു ചോദ്യമാണ്. അൽമായരുടെ പ്രതികരണത്തിന്റെ രീതികൾ, ഒരു വിഷയമുണ്ടാകുമ്പോൾ അവരതിനെ കാണുന്ന ആ സ്വഭാവം ഒക്കെ വളരെ ആഴത്തിൽ നമ്മൾ വീണ്ടും വീണ്ടും വിശകലനം ചെയ്യേണ്ടതുണ്ട്. അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഞാനിപ്പോൾ പോകുന്നില്ല. ഒറ്റ കാര്യം മാത്രമാണ്, യഥാർത്ഥത്തിൽ ഇവിടെ നടക്കുന്നത് ഒരു വിമർശനമല്ല, മറിച്ച് ഇകഴ്ത്തിക്കാട്ടലാണ്. അത് തുറന്നു കാണിക്കുക എന്നുള്ളതാണ് അതിനുള്ള പോംവഴി. ഇത് ഞങ്ങളെ അവഹേളിക്കാൻ വേണ്ടി തന്നെ കൊണ്ടുവന്നിരിക്കുന്നതാണ്. ഇതിൻ്റെ അകത്ത് സാഹിത്യമല്ലുള്ളത്, ഇതിൻ്റെ അകത്തുള്ളത് ഒരു മതവിദ്വേഷമോ വംശവിദ്വേഷമോ ആ സ്വഭാവത്തിലുള്ളതാണെന്ന് ഇതുപോലുള്ള വേദികളിലും മറ്റു വേദികളിലും തുറന്നു കാണിക്കുന്ന തരത്തിലുള്ള സംവാദങ്ങളും ചർച്ചകളും ഉണ്ടാവുക എന്നുള്ളത് മാത്രമാണ് ഇതിനുള്ള ഒരു പോംവഴി. രണ്ടാമത്തെ പോംവഴി ഈ പറഞ്ഞതുപോലെ നമ്മുടെ സഭയിലെ അല്ലെങ്കിൽ ഓരോ സമുദായത്തിലെ അംഗങ്ങളെയും അതാത് സമുദായത്തിന്റെ ചരിത്ര പശ്ചാത്തലത്തെക്കുറിച്ചും പാരമ്പര്യത്തെക്കുറിച്ചും യഥാർത്ഥത്തിൽ ബോധവാന്മാരാണ്. അത് നമ്മുടെ ഇപ്പോ അച്ഛൻ കാറ്റക്കിസത്തെ സംബന്ധിച്ച് സൂചിപ്പിച്ചുകൊണ്ട് പറയുകയാണ്, നമ്മുടെ കാറ്റക്കിസത്തിൽ യഥാർത്ഥത്തിൽ ഉൾപ്പെടേണ്ടതിന്റെ പല ഘടകങ്ങളിൽ ഒരു ഘടകം മാത്രമാണ് ഇപ്പോൾ പൂർണ്ണമായും പരിഗണനാ വിധേയമാകുന്നത്. മറിച്ച് ഒരു ജനത, ഒരു സമൂഹം, ഒരു സമുദായം എന്നുള്ള നിലയ്ക്കുള്ള അതിന്റെ ചരിത്രപരവും സാംസ്കാരികപരവും അതുപോലെ തന്നെ വികാസപരവുമായ കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ഭാവി സംബന്ധിച്ചുമുള്ള വിശകലനങ്ങളും ബോധ്യങ്ങളും നമ്മുടെ യുവതലമുറയ്ക്ക് പകർന്നു കൊടുക്കേണ്ടതുണ്ട്. അത് പകർന്നു കൊടുക്കത്തക്ക തരത്തിലുള്ള ഒരു മാറ്റം ഇതിൻ്റെ അകത്ത് സാധ്യമാവുക എന്ന് വിമർശനപരമായി തന്നെ നമ്മൾ വിലയിരുത്തപ്പെടേണ്ടതുണ്ട്. പിന്നെ മറ്റൊന്നുള്ളത്, ഈ ചർച്ച ഒരു പൊതുസമൂഹത്തിലേക്ക് പോകുന്നതാണെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ കൂടുതൽ കാര്യങ്ങളിൽ പറയുമ്പോൾ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് പറയാനുള്ളത്, ഓരോ വ്യക്തിയും എങ്ങനെയാണ് നോക്കിക്കാണുന്നത് എന്ന് വളരെ പ്രധാനപ്പെട്ടതാണ്.
ആ നോക്കിക്കാണൽ എങ്ങനെ ആയിരിക്കണമെന്ന് അവരെ പഠിപ്പിക്കുന്ന തരത്തിലുള്ള അല്പം കൂടെ കൃത്യതയാർന്ന ഒരു സമീപനം മതപഠന അതുപോലെ തന്നെ സഭയോടുള്ള സമീപന കാര്യത്തിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്. അത് തികച്ചും സഭാപരമായ കാര്യമായിട്ട് പറയാം. സാഹിത്യത്തെ സംബന്ധിച്ച് തന്നെ വീണ്ടും ഞാൻ പറയാം, ഇപ്പോഴത്തെ ട്രെൻഡ് എന്ന് പറയുന്നത് ന്യൂനപക്ഷമാകുന്നവർ കൂടുതൽ ന്യൂനപക്ഷമായിക്കൊള്ളട്ടെ എന്ന തരത്തിൽ അവരുടെ മേൽ സകല ആരോപണങ്ങളും ആക്ഷേപങ്ങളും അടിച്ചേൽപ്പിക്കുകയും ഭൂരിപക്ഷം അത്തരത്തിലുണ്ടാകുന്ന ഓരോ ചെറിയ സംഭവങ്ങളെയും ആഘോഷിക്കുകയും ചെയ്യുക എന്നുള്ളത്. അത് നമുക്ക് മനസ്സിലാവുന്നത്. ഓരോ ചെറിയ സംഭവത്തെയും ഭൂരിപക്ഷം ആഘോഷിക്കും. ഭൂരിപക്ഷത്തിനകത്തേക്ക് അവരുടെ ആത്മസത്ത കടത്തിവിടാനോ അവരുടെ ആത്മാഭിമാനം ഉയർത്തിപ്പിടിക്കുന്ന കാര്യങ്ങൾ കടത്തിവിടാനോ കഴിയുകയില്ല. അപ്പൊ സ്വയം നമ്മൾ പ്രതിരോധിതരാകുക എന്നുള്ളതാണ് അതിനുള്ള ഒരു കോണം. ഓക്കെ, ചർച്ച അവസാനിപ്പിക്കുകയാണ്. തീർച്ചയായും ഈ ഷെക്കേന ഫയർ റൂം ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് ചർച്ച ചെയ്തതുപോലെ കലാ സാഹിത്യ സിനിമ മേഖലകളിലൂടെയുള്ള ക്രൈസ്തവ അവഹേളനം ക്രൈസ്തവ സമുദായത്തിനെതിരെയുള്ള ഒരു വെല്ലുവിളി തന്നെയാണ്. എന്നാൽ അതിനു പിന്നിലെ ഗൂഢ ലക്ഷ്യങ്ങൾ തിരിച്ചറിഞ്ഞ് നിസ്സംഗതയോടെ അതിനെ നോക്കിക്കാണാതെ ക്രിസ്തീയമായ പ്രതിരോധ മാർഗങ്ങൾ അവലംബിക്കുക. തീർച്ചയായും യുവജനങ്ങളിൽ സമുദായ ബോധം വളരട്ടെ. നമ്മുടെ വിശ്വാസ പരിശീലന മേഖലകളിലൊക്കെ കാലോചിതമായ പരിഷ്കാരങ്ങൾ കൊണ്ടുവരാൻ സഭാ നേതൃത്വത്തിന് സാധിക്കട്ടെ. അടുത്തയാഴ്ച ക്രൈസ്തവ സമുദായത്തെ ബാധിക്കുന്ന മറ്റൊരു വിഷയവും അതുമായി ബന്ധപ്പെട്ട ചർച്ചയുമായി ഈ ഷെക്കേന ഫയർ റൂമിൽ വീണ്ടും നമുക്ക് കാണാം. ഇന്നത്തെ ഈ ഫയർ റൂമിൽ ഈ ചർച്ചയിൽ വളരെ സജീവമായി പങ്കെടുത്ത ഫാദർ ജോഷി മയ്യാറ്റിൽ, ഡോക്ടർ ജോസുകുട്ടി ജെ ഒഴികയിൽ രണ്ടുപേർക്കും പ്രത്യേകം നന്ദി.